മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സാർ, സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിയമസഭ തുടങ്ങിക്കഴിഞ്ഞു. നിയമസഭാ യോഗം തുടങ്ങുമ്പോൾ ഞാനത് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഇത്തവണ ഏറ്റവും നന്നായിട്ട് കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ അത് VD സതീശൻ തന്നെയായിരിക്കും. ഇലക്ഷന് മുമ്പ് അത്രയേറെ ഇടതുപക്ഷ ഗവൺമെന്റിനെ മെനക്കെടുത്തുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ച് നന്നായിട്ട് കൊള്ളും. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പെട്രോളിന് വില കൂടിയപ്പോൾ അധിക നികുതി എടുത്തു കളയണം, ഗ്യാസിന് വില കൂടിയപ്പോൾ അത് കുറച്ചു നൽകണം. ഇങ്ങനെ അധികമായിട്ട് എന്തൊക്കെ ലാഭം കേരളത്തിന് കിട്ടുന്നുണ്ടോ അത് മുഴുവൻ പൊതുജനങ്ങൾക്കായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോഴാണ് ഈ എന്താ പറയുക, ഇലക്ഷൻ ജയിച്ചു വരുന്നു, അവർക്ക് 100-ൽ കൂടുതൽ സീറ്റ് നൽകുന്നു. സീറ്റ് കിട്ടിയ സമയത്ത് തന്നെ VD സതീശൻ പറഞ്ഞത്, ഞങ്ങൾ ധവളപത്രം ഇറക്കും, ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥ എന്തെന്ന് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ധവളപത്രം ഇറക്കും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതുവരെ ധവളപത്രം ഇറങ്ങിയിട്ടില്ല. പക്ഷെ ആ ധവളപത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 6000 കോടി രൂപ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഉണ്ട് എന്ന് നമുക്ക് വിവരാവകാശ രേഖ പ്രകാരം വിവരം കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു സംഭവം അവിടെ നിൽക്കുന്നുണ്ട് തന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു ധവളപത്രം ഇറക്കാൻ പറ്റില്ല. എന്നാൽ അങ്ങനത്തെ ഒരു ധവളപത്രം ഇറക്കണമെന്നാണ് VD സതീശന് ആഗ്രഹവും. സോറി കേട്ടോ, VD സതീശൻ മേനോന് ആഗ്രഹവും അങ്ങനത്തെ ഒരു ധവളപത്രം ഇറക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ധവളപത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് LDF ഗവൺമെന്റിനുള്ള സർട്ടിഫിക്കറ്റ് ആവും. ധവളപത്രം ഇറക്കിയിട്ടില്ലെങ്കിൽ അത് അപമാനകരവുമായിട്ട്, കാരണം ഇതൊക്കെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറക്കാതിരിക്കുമ്പോൾ വളരെ മോശമുള്ള കാര്യമില്ലേ. എന്തായാലും ഇന്ന് പിണറായി വിജയന്റെ ഒരു മാസമായിരുന്നു. ഈ ഇന്നത്തെ നിയമസഭാ രീതികളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പ്രത്യേക ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരടാ മുഖ്യമന്ത്രി എന്ന് ആളുകൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ തോന്നിപ്പോകും. അത്രയ്ക്ക് വ്യക്തമായിട്ടുള്ള മറുപടികളാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഒരു BJP നേതാവിന് അനാവശ്യമായിട്ടുള്ള അവസരം കൊടുത്തപ്പോൾ പോലും എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർത്തതും പ്രതികരിച്ചതും പിണറായി വിജയൻ മാത്രമായിരുന്നു. റൂള് തന്നെ ആവണം, നിയമം തന്നെ ആവണം. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, അനാവശ്യമായിട്ടുള്ള അവസരമൊന്നും BJPക്കാർക്ക് കൊടുക്കണ്ട എന്ന് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. കേട്ടോക്ക്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെന്റിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. ഇതാണ് ഇന്ന് നമ്മുടെ സഭയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവര് വാക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് പോയി, നമ്മുടെ CPM പ്രതിപക്ഷ നേതാക്കളെല്ലാം. ഇനി അതിനൊരു പ്രത്യേക കാരണം ഉണ്ടാവണ്ടേ? വേണമെങ്കിൽ ആ കാരണം കൂടി കേൾക്കോളൂ. സർ, ഇവിടെ പെട്രോൾ ഡീസൽ വില വർധനവ് അതീവ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനിയും ആ പ്രതിസന്ധി വർദ്ധിക്കാനാണ് പോകുന്നത്. അത്രയും ഗുരുതരമായ സാഹചര്യം. അതെ, അത്രയും ഗുരുതരമാണ്. നിങ്ങൾ ചിന്തിക്കാത്ത വിധത്തിൽ നമ്മുടെ വസ്തുവകകൾക്കെല്ലാം വില കൂടിയിട്ടുണ്ട്. എത്ര പേര് അത് അങ്ങനെയൊക്കെ തിരിച്ചറിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയമാണ്. പെട്രോളിന് വില കൂടുന്നു, ഡീസലിന് വില കൂടുന്നു, സ്വാഭാവികമായിട്ടും പച്ചക്കറി എന്തൊക്കെയാണോ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് ആ വസ്തുക്കൾക്കൊക്കെ വില കൂടും. ഈ പറയുന്ന വണ്ടിയിൽ കൊണ്ടുവരണ്ടേ? അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പെട്രോളിന് അവിടെ വില കൂടുമ്പോൾ, നമ്മുടെ നാട്ടിൽ വില കൂടുമ്പോൾ തുല്യമായിട്ടുള്ള ചില നികുതി വരുമാനങ്ങൾ നമ്മുടെ കേരള ഗവൺമെന്റ് കിട്ടുന്നുണ്ട്. LDF ആയിരിക്കുന്ന സമയത്ത്, LDF ഭരണമായിരിക്കുന്ന സമയത്ത് ആ വരുമാനം കുറയ്ക്കണമെന്നും അങ്ങനെ കുറച്ചിട്ട് പെട്രോളിന് വില കുറച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കണമെന്നായിരുന്നു VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം പറയാ, അമ്മാതിരി പൊട്ടത്തരം ഞാൻ ചെയ്യൂലെന്ന്. അതെന്താന്ന് ശരിയാവുന്നില്ല അല്ലേ? പ്രതിപക്ഷ നേതാവുമ്പോൾ അതൊക്കെ കുറയ്ക്കണമെന്നും, ഇനിയിപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതൊന്നും പറ്റൂല എന്ന് പറയുന്നത് ഒരു തരം ഇരട്ടത്താപ്പല്ലെന്നേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു. ഇതിനിടയാക്കിയത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ്, യുദ്ധ സാഹചര്യം. സർ, യുദ്ധത്തിന് മുൻപ് ഉള്ള 3 വർഷം എണ്ണവില വീപ്പക്ക് $70 പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യത്ത് എണ്ണവിലയിൽ ഒരു കുറവുണ്ടായില്ല. വർധനവ് ആ സമയത്ത് നിലനിൽക്കുകയായിരുന്നു. ഇത് സംഭവിച്ചത്
എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലായിരുന്നു. അത് ആ അധികാരം കമ്പനികൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ കമ്പനികൾക്ക് വിട്ടുകൊടുത്ത ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നമുക്ക് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും ഭരണത്തിരിക്കുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, വി ഡി സതീശൻ മേനോൻ സർക്കാർ, വാക്കുകൊണ്ടെങ്കിലും ഒരല്പം എതിർപ്പ്, ഒരല്പം ഒരു നീരസം പ്രകടിപ്പിക്കേണ്ടത് BJP ഗവൺമെന്റിനോടാണ്. പക്ഷേ ഒരു അംശം പോലും, ഒരു തരിമ്പ് പോലും, ഒരു നീരസം പ്രകടിപ്പിച്ചിട്ടില്ല നമ്മുടെ വി ഡി സതീശൻ ഗവൺമെന്റ് എന്നുള്ളത് മനസ്സിലാക്കണം. എണ്ണ കമ്പനി 2 ലക്ഷം കോടി രൂപയുടെ ലാഭം കൊയ്തെടുത്തു എന്നുള്ളതാണ്. ഇതില് ഒരു തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിലും ഇങ്ങനെ വിലകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനെതിരെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ധവളപത്രം ഇറക്കിക്കളയുമെന്നാണ് ഭീഷണി. LPG സിലിണ്ടറിന്റെ കാര്യം മാത്രം 25% വരെ ഹോട്ടലിലെ ഭക്ഷ്യസാധനങ്ങളുടെ വിലവർധന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ഇൻസ്പെക്ഷൻസ് നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന്. അതുപോലെ ഇറഗുലാരിറ്റീസ്, ഈ സിലിണ്ടർ ഇത് കരിഞ്ചന്തയിലാണ്. യഥാർത്ഥത്തിലുള്ള സിലിണ്ടർ വിതരണം കൃത്യമായി നടന്നാൽ ഒരു സിലിണ്ടർ ക്ഷാമം ഉണ്ടാവില്ല. ഇത് കരിഞ്ചന്തയിലാണ് യഥാർത്ഥത്തിൽ സിലിണ്ടർ നടക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? തന്റെ ഗവൺമെന്റ് ഭയങ്കര ബോറൻ ഗവൺമെന്റ് ആണ്, ഞങ്ങൾക്ക് ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയല്ലേ വി ഡി സതീശൻ പറയുന്നത്. വി ഡി സതീശൻ മേനോൻ പറയുന്നത് ഈ ഗ്യാസൊക്കെ, സിലിണ്ടറൊക്കെ ആൾക്കാരുടെ കയ്യിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അത് കരിഞ്ചന്തയിലാണ് വിൽക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ കരിഞ്ചന്തയിലാണ് വിൽക്കുന്നതെങ്കിൽ നമ്മുടെ സിസ്റ്റം ശരിയല്ല എന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് ആ കരിഞ്ചന്ത തകർക്കാനും കരിഞ്ചന്തയ്ക്ക് വിൽക്കുന്ന ആളുകളെ പിടിക്കുവാനും സുഗമമായിട്ട് ഇവിടുത്തെ ഗ്യാസ് വിതരണം ഈസിയായിട്ട് നടത്തുവാനും സാധിക്കുന്നില്ലെങ്കിൽ അതാരെ പിടിപ്പിക്കേടാണ്? നമ്മുടെ വി ഡി സതീശൻ ഗവൺമെന്റിന് പിടിപ്പിക്കേടല്ലേ? അതെന്താണ് തിരിച്ചറിയാതെ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇറഗുലാരിറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് സിലിണ്ടർ, വാഹനത്തിൽ അനധികൃതമായി കൊണ്ടുപോയ സിലിണ്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിശക്തമായ നീക്കം, ഈ കരിഞ്ചന്ത തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ നീക്കം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ സംശയം ഉണ്ടെന്നേ. കാരണം ഇപ്പോഴും ഈ പെട്രോൾ ഇങ്ങനെ ദിവസം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തട്ടെ, എന്നിട്ട് ഞങ്ങളിവിടെ കുറയ്ക്കാമെന്നാണ് ഇപ്പോൾ ഈ മേനോൻ മന്ത്രി പറയുന്നത്. എന്തായാലും മുൻ മന്ത്രിയുടെ വർത്തമാനം കേൾക്കാം. മുൻപ് എങ്ങനെയാണ് ചർച്ച ചെയ്തിരുന്നത്? LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ, കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദമുയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായ ഒരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിന്റെ വില വർദ്ധിച്ചപ്പോൾ അതിന്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിന്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞ ഒരാളെന്ന നിലയിൽ ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്താണ് മുഖ്യമന്ത്രി. അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? സാർ, കണക്ക് കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4 രൂപ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സിന്റെ റേറ്റ് ഉണ്ട് സാർ. സാർ, കണക്ക് ഇതിനകത്ത് കൂട്ടാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് സാർ. കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രൂപ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ 30%-30%-ലധികമാണ് പെട്രോളിന്. ഡീസലിന് 22% അധികമാണ്. അപ്പൊ ഓരോന്നിനുള്ള ശതമാനം അനുസരിച്ചിട്ട് അധികമായി വർദ്ധിക്കുന്നത് ഞങ്ങൾ കൂട്ടുന്നില്ല എന്ന് തീരുമാനിക്കാം. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറയും. എന്തൊരു വ്യക്തമല്ലേ, എന്തൊരു കൃത്യമായിട്ടാണ് ഈ LDFന്റെ നേതാക്കന്മാര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെക്കി. എന്തായാലും വി ഡി സതീശൻ ഇട്ട് പൊരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഈ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം ഉണ്ടായിരിക്കും. കാരണം അദ്ദേഹം മുന്നേ പറഞ്ഞ വാക്കുകളെല്ലാം ഒരു ബൂമറാങ് പോലെ അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് തന്നെ വന്ന് തട്ടുകയാണ്. എന്തിനെതിർക്കെയാണ് ഇദ്ദേഹം സമരം ചെയ്തത്, അതൊക്കെ ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം അന്ന് ഈ ടാക്സ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ LDFനോട് ആവശ്യപ്പെട്ട അതേ സംഗതി തന്നെയാണ് ഇപ്പോൾ LDF ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തയുണ്ടെങ്കിൽ ഇപ്പോഴദ്ദേഹം അങ്ങനെ ചെയ്യേണ്ടതല്ലേ? അതെന്താ കുറച്ചു കൊടുക്കാത്തത്?
ഇത് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികാരത്തിൽ കയറാൻ വേണ്ടി മാത്രമായിരുന്നോ ഇത്തരം കുറേ വാക്കാണല്ലോ വാക്ക് അല്ലേ, വാക്കാണല്ലോ. ബൈ.